ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയണത് ഇപ്പോൾ ഒരുപാട് ടീച്ചർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ഫേസ് മാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ അണേബിൾ ടു മാച്ച് ദ ഫേസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അവർക്ക് ഫേസ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇതുപോലെ ഇഷ്യൂസ് വരുന്നവർക്ക് ഈ ഇഷ്യൂ ഇല്ലാതെ തന്നെ ഫേസ് വെരിഫിക്കേഷൻ എങ്ങനെ പൂർത്തീകരിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കാം ഈ ഇഷ്യൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കാണാം. ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ദെൻ പോർഷൻ ട്രാക്കർ നിങ്ങൾ ഓപ്പൺ ആക്കാം. പോർഷൻ ട്രാക്കർ നിങ്ങൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അപ്പോൾ നമുക്കറിയാം റീക്യാപ്ചർ എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. ദെൻ പോർഷൻ ട്രാക്കറിൽ നിങ്ങൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബെനിഫിഷ്യറിയിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ആദ്യം ഡെയിലി ട്രാക്കിങ്ങിൽ പോയിട്ട് ചെക്ക് ചെയ്യാം സ്റ്റാറ്റസ്, അതായത് എന്താണ് കാണിക്കണമെന്ന് അറിയണ്ടേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡെയിലി ട്രാക്കിങ്ങിൽ പോവാം. ഡെയിലി ട്രാക്കിങ്ങിനകത്ത് പോയിട്ട് THR/HCM എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ബെനിഫിഷ്യറിയുടെ THR എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഫേസ് വെരിഫിക്കേഷൻ ടിക്ക് ചെയ്ത് മുന്നോട്ട് പോവും, പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കവിടെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരും. അവിടെ ഐ ബ്ലിങ്ക് ചെയ്യണം, കണ്ണ് ജസ്റ്റ് ചിമ്മണം, ഫേസ് സ്ട്രൈറ്റ് ആയിരിക്കണം. കണ്ട, അത് രണ്ടും ആയി കഴിഞ്ഞപ്പോൾ 2 പച്ചട്ടിക്ക് വന്നു. വെരിഫൈയിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് വന്നു. അതായത് നമ്മുടെ ഇമേജ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യണം, കാരണം ഫോണിൻ്റെ നെറ്റ്വർക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ ടൈം എടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യുക. നോട്ട് വെരിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യണം, ഒന്നുകൂടി ട്രൈ അഗെയിൻ എന്നുള്ളത് കൊടുത്ത് ഒന്നുകൂടി ട്രൈ ചെയ്യണം. മനസ്സിലായ? പലരും നോട്ട് വെരിഫൈഡ് ആകുമ്പോൾ ബാക്ക് പോവും, പിന്നെ ബാക്ക് പോയിട്ട് പിന്നെ മുന്നോട്ട് പോയി ചെയ്യൂല, ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യും. പക്ഷെ അങ്ങനെ കാര്യമില്ല, ഒന്നുകൂടി റീട്രൈ ചെയ്യുക. അങ്ങനെ റീട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ അൺഎബിൾ ടു മാച്ച് ദ ഫേസ് എന്നാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ചെയ്തിട്ടുള്ള ഫേസിൽ എവിടെയെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞേ മാറ്റം വന്നുകൊണ്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ അൺഎബിൾ ടു മാച്ച് ദ ഫേസ് എന്ന് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുകൾ വന്നാലും നമ്മൾ ആധാറിൽ തെറ്റിയടിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഫേസ് മാച്ച് ചെയ്യില്ല. അപ്പോൾ ആരാണോ പൊടി വാങ്ങാൻ വരുന്നത് എല്ലാ മാസവും ആൾ തന്നെ വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്നുകൂടി ആ ബെനിഫിഷ്യറിയിൽ പോവുക, ആ ബെനിഫിഷ്യറീനെ ക്ലിക്ക് ചെയ്യുക, സെയിം ബെനിഫിഷ്യറീനെ ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ റീക്യാപ്ചർ ഫേസ് എന്ന് കാണാം. ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. ആ റീക്യാപ്ചർ ഫേസ് ക്ലിക്ക് ചെയ്യുക. കണ്ട, ഈ ഫേസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. ആ റീക്യാപ്ചർ ക്ലിക്ക് ചെയ്യുക, ആക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ചർ ഫേസ് കൊടുക്കുക, കാരണം നമുക്ക് നേരത്തെ അത് ഓക്കെ ആയില്ലല്ലോ എടുത്തിട്ട്. അപ്പോൾ ഒന്നും എന്ത് ചെയ്യുക, ക്യാപ്ചർ ഫേസ് കൊടുക്കുക. അതായത് ഇങ്ങനെ ഇഷ്യൂസ് വരുന്നവർക്ക് ഒന്നുകൂടിയും, അതായത് ഫേസ് മാച്ചിങ് വരാണ്ട് വരുമ്പോൾ ഒന്നുകൂടി റീക്യാപ്ചർ ചെയ്യാനാണ് ആ ഒരു ഓപ്ഷൻ അവിടെ തന്നത്. അത് നിങ്ങൾക്ക് ഉപകാരമായി. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ടേ എല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ട വന്നേനെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിത് റീക്യാപ്ചർ കൊടുത്തു, ഐ ബ്ലിങ്ക് വന്നു, സ്ട്രേറ്റ് ഫേസ് വന്നു. അതിനുശേഷം അതെന്ത് ചെയ്യും, ഒന്നത് ലോഡ് ചെയ്യും. കണ്ട, പ്രോസസ്സിങ് ഇമേജ് ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ വരും, പ്രോസസ്സിങ് ഇമേജ് എന്ന് വരും. അപ്പോൾ ആ പ്രോസസ്സിങ് കഴിയണ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരിക്കലും ബാക്ക് പോകരുത്, അപ്പോൾ ഈ ചെയ്ത പ്രോസസ്സ് മൊത്തം കട്ടാവും. ദെൻ പ്രോസസ്സിങ് ഇമേജ് വന്നതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ കണ്ട, ഫോട്ടോ ക്യാപ്ചേർഡ്. നേരത്തെ ഇങ്ങനെ ഫോട്ടോ ക്യാപ്ചേർഡ് എന്നല്ല വന്നിരുന്നത്, അനേബിൾ ടു പ്രോസസ് ദ ഫേസ് അല്ലെങ്കിൽ ഫോട്ടോ എന്നായിരുന്നു. അനേബിൾ ആയിരുന്നു, ഏബിൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്, ഫേസ് മാച്ച് ചെയ്യണില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ ഫോട്ടോ ക്യാപ്ചേർഡ് എന്ന് വന്നു. അങ്ങനെ ഫോട്ടോ ക്യാപ്ചേർഡ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ കമ്പയർ ദ ക്യാപ്ചേർഡ് ഫോട്ടോ വിത്ത് EKYC ഫോട്ടോ ബിഫോർ വെരിഫൈയിങ്. കണ്ട, EKYC ഫോട്ടോ ആധാർ പ്രകാരമുള്ള ഫോട്ടോയും ക്യാപ്ചേർഡ് ഫോട്ടോയും വന്നു. വെരിഫൈ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വെരിഫൈയിങ് എന്ന് പറഞ്ഞിട്ട് കാണാം നിങ്ങൾക്ക് അവിടെ ലോഡ് ചെയ്യണത്. റീട്രൈൻ കണ്ട, വെരിഫൈയിങ് ഫോട്ടോ വിത്ത് EKYC ഡാറ്റാബേസ്. നമ്മളെടുത്ത ഫോട്ടോയും EKYC ആധാർ പ്രകാരമുള്ളത് ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞു സക്സസ്ഫുള്ളി സബ്മിറ്റഡ്, നമ്മുടെ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റായി. കുറച്ച് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതായത് നമ്മൾ ഈ ഒരു ചെയ്ത പ്രോസസ്സ് അപ്പം തന്നെ നമ്മുടെ ഡാഷ്ബോർഡിൽ ഹിറ്റാവില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ. മനസ്സിലായി? പലരും ചെയ്ത് അപ്പം തന്നെ പോയിട്ട് പറയും ഞങ്ങൾക്ക് അവിടെ കയറിയിട്ടില്ല എന്ന്. അങ്ങനെയല്ല, ഒരു 1 hour 2 hour അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്ത് തൊട്ടടുത്ത ദിവസം THR മാർക്ക് ചെയ്താൽ മതി, അതുകൊണ്ട് പ്രോബ്ലം ഇല്ലല്ലോ. അപ്പോൾ ചെയ്യാനുള്ളവരുടെ ഇത് മൊത്തം ചെയ്ത് വെച്ചിരിക്കുക. അതിന് ശേഷം ബെനിഫിഷ്യറോട് പോകാൻ പറയാമല്ലോ. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് THR മാർക്കിങ് അവരാവശ്യമില്ല. ദെൻ എന്ത് ചെയ്യുക, നിങ്ങൾ THR മാർക്കിങ്ങിലേക്ക് പോകണം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഫോട്ടോ അവിടെ വരുമോ നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫോട്ടോ ആ ഫേസ് വെരിഫിക്കേഷൻ്റെ അവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. കറക്റ്റ് വന്നു.
നമ്മൾ നേരത്തെ ചെയ്ത ആളുടെ തന്നെ ഫോട്ടോ ഫേസ് വെരിഫിക്കേഷൻ്റെ അവിടെ വന്നു. നമ്മളതിൽ റെഡിൽ ക്ലിക്ക് ചെയ്തു. നമ്പർ ഓഫ് ഡേയ്സ് കാണിച്ചു. 25 ഡേയ്സാണ് കാണിക്കുക. 25, 7 അതൊക്കെ നിങ്ങൾ അതനുസരിച്ച് ചെയ്യാം. ഭൂരിഭാഗം 25 ആണ് കാണിക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഫേസ് വെരിഫിക്കേഷൻ ഇട്ടതിന് ശേഷം നമ്മളവിടെ ആ പ്രൊസീഡ് എന്നുള്ള ബട്ടൺമേൽ ക്ലിക്ക് ചെയ്യണം. മനസ്സിലായ? ഈ മാസത്തെ ചെയ്യാൻ ഓരോ മാസവും നമ്മൾ ഈ ഒരു ഫേസ് വെരിഫിക്കേഷൻ ചെയ്യണം. ഈ KYC ഫേസ് വെരിഫിക്കേഷൻ ആദ്യത്തെ തവണ ചെയ്തു അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസം ഈ ഒരു ഫേസ് വെരിഫിക്കേഷൻ മാത്രമേ വേണ്ടൂ. ഇതിൽ ഫോട്ടോ മാച്ച് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ റീക്യാപ്ചർ ചെയ്യേണ്ടി വന്നത് കേട്ടോ. ഓക്കെ, ദെൻ നമ്മളതായി വെരിഫൈ ചെയ്യാൻ കൊടുത്തു. സെയിം ഫോട്ടോ തന്നെ. അപ്പോൾ വെരിഫൈ ചെയ്ത് വരും, നമുക്ക് നോക്കാം. യെസ്, വെരിഫൈ ചെയ്ത് വന്നു. അതിൽ നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. ഫേസ് ഓതൻറ്റിക്കേറ്റഡ് കണ്ട, കറക്റ്റായി നമ്മൾ ചെയ്ത പ്രോസസ്സ് കറക്റ്റായിട്ട് ഓതൻറ്റിക്കേറ്റഡായി. ഇതുപോലെ പച്ചട്ടിക്ക് വന്ന് ഉറപ്പിച്ചോ നിങ്ങൾ ചെയ്തത് പ്രോസസ്സിങ് കറക്റ്റായി. THR മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണിക്കും. THR ഡീറ്റെയിൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി. കണ്ടില്ലേ? അപ്പോൾ ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാര്യം കൃത്യമായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കുക.